നമസ്കാരം. പ്രഗത്ഭനായ ജ്യോത്സ്യ പണ്ഡിതൻ ശ്രീ കുടമാളൂർ ശർമാജീനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനമാണ് തൊട്ട് മുന്നേൽ കാണുന്നത്. പ്രത്യേക ഒരു പെർമിഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇന്നെനിക്ക് നമ്മുടെ ചാനലിലൂടെ ഒരു ചെറിയൊരു അഭിമുഖം എടുക്കാൻ വേണ്ടി എനിക്ക് പെർമിഷൻ ലഭിച്ചത്. വിസിറ്റേഴ്സിൻ്റെ ഓഫീസിൻ്റെ മുകളിലാണ്. നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലാം. നമസ്കാരം. ദീപം യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചെറിയ അഭിമുഖം താങ്കളുടെ വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം വാദിക്കാൻ വെയിറ്റ് ചെയ്തത്. നട്ടാശ്ശേരിയാണ്. തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമായി താങ്കളുടെ മഹനീയമായ യൂട്യൂബിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൂഹത്തിലെ നന്മകൾ ഉദ്ധരിക്കുക, സിനിമകളെ ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായിട്ടും താങ്കളുടെ ഉദ്യമനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. വളരെ നന്ദിയുണ്ട്. ചാനൽ തുടങ്ങിയിട്ട് അധികമായില്ല, കുറച്ച് കാലമായുള്ളൂ. സ്വാമിജിയുടെ ഒരു അഭിമുഖം വേണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ വന്നപ്പോഴൊക്കെ ഇവിടെ ആളായിരുന്നു. ഞാൻ പിന്നെ അതാ വെയിറ്റ് ചെയ്യാതെ സൺഡേയാകുമ്പോൾ ഇച്ചിരി ആൾ കുറവ് കാണുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ദിവസം വന്നത്. സ്വാമിജിയെ തപ്പി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരാറുള്ളത് ആണല്ലേ? കേരളത്തിന് പുറമേ എന്നുള്ളവരും വരുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ കേരളത്തിൽ നിന്നെല്ലാം ഔട്ട് ഓഫ് കേരളയും ഔട്ട് ഓഫ് വേൾഡും ഇന്ത്യയും ഒക്കെ വരുന്നുണ്ട്. അതെ. അപ്പൊ പിന്നെ ഔട്ട് ഓഫ് ആണല്ലോ അല്ലേ? തീർച്ചയായും. ഇപ്പൊ ആരും ഇല്ലല്ലോ കേരളത്തിൽ, എല്ലാവരും യു കെ അല്ലേ? ഇവിടെ വൃദ്ധജനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് ശരിയാ, വയോവൃദ്ധന്മാരേ ഉള്ളൂ തമിഴ്നാടുകളിൽ. ഒരുമാതിരി മിക്ക വീടുകളിലും അതുപോലും ചില വീടുകൾ ആളുപോലും ഇല്ലാത്ത വീടുകളും ഉണ്ട്. എല്ലാവരും യു കെയിലേക്ക് പോവുക, ജീവിക്കാൻ പോകണം. സ്വാമിജിയുടെ അടുത്ത് വരുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു, അച്ചിട്ട്